എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അതുപോലെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. അതത് നഴ്സിംഗ് സ്കൂളുകളിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കേണ്ടതാണ്. ചില കോളേജുകളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടാകും, എന്നാൽ എല്ലാ കോളേജുകൾക്കും വെബ്സൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോളേജിൽ നേരിട്ട് പോയിട്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളെ വിളിച്ച് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങളെ വിളിച്ച് അവർ പറയുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ട് അഡ്മിഷനായിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഈ ഒരു തപാൽ വഴി നിങ്ങൾക്ക് അയച്ചു തരും, അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്, അതുപോലെ ഈ ഒരു ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ ഒരു നഴ്സിംഗ് സ്കൂളുകളിലുള്ള നോട്ടീസ് ബോർഡുകളിലായിരിക്കും ഇത് സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. സാധാരണ വെബ്സൈറ്റ് ഈ ഒരു നഴ്സിംഗ് സ്കൂളുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ചില നഴ്സിംഗ് സ്കൂളുകൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കോളേജല്ല നഴ്സിംഗ് സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ടുള്ള കാർഡ് അയച്ചു തരും. അതുപോലെ തന്നെ അവിടെ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നഴ്സിംഗ് സ്കൂളിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നഴ്സിംഗ് സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉള്ളതിനാൽ ആദ്യഘട്ടത്തിലുള്ള ആദ്യ റാങ്കുകളിലുള്ള വിദ്യാർത്ഥികളിൽ പലരും അഡ്മിഷൻ എടുക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്ക് ആ ഒരു നഴ്സിംഗ് സ്കൂളുകളിൽ വിളിച്ച് വാക്കൻസി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ ഒരു റാങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ വെബ്സൈറ്റ് സാധാരണ എല്ലാ ഈ ഒരു GNM സ്കൂളുകൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഇത് നോട്ടീസ് ബോർഡിലാണ് വരാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു അഡ്രസ്സിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തപാൽ വഴി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ഈ ഒരു GNM സ്കൂളിൽ നിന്ന് അയക്കും, അതായത് ഇൻ്റർവ്യൂ കാർഡ് അയച്ചു തരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.